ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം തുടങ്ങിയത് മുതൽ ചെങ്കടലിന് തീപിടിച്ചതാണ്. ഹൂതികളും അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലുമൊക്കെ അടിച്ചും തിരിച്ചടിച്ചും മുന്നേറുമ്പോഴാണ് പുതിയൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഏറെ നാളായി ചെങ്കടൽ വഴിയുള്ള ചരക്ക് കപ്പലുകളുടെ ഗതാഗതം താറുമാറാകുകയും നിരന്തരം ആക്രമിക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് യാത്രാക്കപ്പൽ വരെ ചെങ്കടലിൽ നിന്ന് അകലം പാലിച്ചിരുന്നു. അതിനിടയിലാണ് ചെങ്കടലിൽ വിനോദയാത്രയ്ക്ക് അറോറ ക്രൂസ് കപ്പൽ ജിദ്ദയിലെത്തിയിരിക്കുന്നത്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ആദ്യ അറബ് ക്രൂസ് ലൈനിൻ്റെ കപ്പലാണിത്. ജർമ്മനിയിലെ ബ്രമൻഹാവൻ തുറമുഖത്ത് നിന്നാണ് ജിദ്ദ തുറമുഖത്തെത്തിയത്. ഈ മാസം 16 മുതൽ സർവീസ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ട്. 3362 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കപ്പലിന് ശേഷിയുണ്ട്. സൗദി നിയന്ത്രണത്തിലുള്ള കപ്പലായതിനാൽ ഹൂതികൾ പെട്ടെന്നൊരു നടപടിക്ക് മുതിരില്ലെന്നാണ് വിലയിരുത്തലെങ്കിലും ഇത്രയധികം യാത്രക്കാരുമായി കപ്പൽ സഞ്ചരിക്കുന്നത് ഭീതിയും ആശങ്കയും ഉയർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇത്രയധികം ജീവൻ രക്ഷപ്പെടുത്താൻ പെട്ടെന്നൊരു സേനയ്ക്കും സാധിച്ചെന്ന് വരില്ല. അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ടൈറ്റാനിക്കിന് സംഭവിച്ച പോലുള്ള ദുരന്തമായിരിക്കും കാത്തിരിക്കുക. മാത്രമല്ല, അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള കപ്പലിൽ 19 ഡെക്കുകളും 1678 ക്യാബിനുകളും സ്യൂട്ടുകളുമുണ്ട്. 1018 ഇരിപ്പിടങ്ങളുള്ള തിയേറ്റർ, ഷോപ്പിംഗ് ഏരിയ, കുട്ടികളുടെ ഉല്ലാസ കേന്ദ്രം, പ്രാർത്ഥനാ ഇടങ്ങൾ, നടപ്പാത, ഫുട്ബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട് തുടങ്ങി വിപുലമായ കായിക സൗകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിനോദ സൗകര്യങ്ങളുമുണ്ട്. 12 റെസ്റ്റോറൻറ്റുകളും 17 കഫേകളും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 5 വൻകരകളിലെ ആളുകൾ ഇഷ്ടപ്പെടുന്ന രുചി വൈവിധ്യങ്ങളുള്ള ഭക്ഷണ സാധനങ്ങൾ കപ്പലിൽ ലഭ്യമാണ്. സൗദി പാരമ്പര്യ ഭക്ഷണ ഇനങ്ങൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. അറോറ ക്രൂസ് സൗദി ടൂറിസത്തിലെ ഏറ്റവും വലിയ യാത്രാനുഭവം സമ്മാനിക്കുമെന്നാണ് സൗദി ടൂറിസം അതോറിറ്റി പറയുന്നത്. ആക്രമണം സംബന്ധിച്ച ആശങ്കകളൊന്നും തങ്ങൾക്കില്ലെന്ന് അവർ പറയുന്നുണ്ട്. കപ്പൽ സന്ദർശകർക്കായി ചെങ്കടലിൽ നിരവധി ദ്വീപുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 3 രാത്രികൾ മുതൽ ഈജിപ്റ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ദീർഘകാല യാത്രകൾ വരെ വിവിധതരം ട്രിപ്പുകളുടെ പാക്കേജുകൾ ലഭ്യമാണ്. സൗദിയുടെ വിഷൻ 2030 ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് ക്രൂസ് വിനോദയാത്രാ പദ്ധതി ഒരുക്കുന്നത്. കടൽ തീരങ്ങളും ആകർഷണീയമായ ദ്വീപുകളും സന്ദർശിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും സഞ്ചാരികൾക്ക് അവസരമൊരുക്കുകയാണ് സൗദി ടൂറിസം വകുപ്പ്.